പോലെ ഡൽഹിയിൽ കേരളത്തിന്റെ സമരം അരങ്ങേറിയപ്പോൾ അവിടെ വേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. സൂചിപ്പിച്ചതുപോലെയുള്ള പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ആ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികൾ തയ്യാറെടുക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി വി വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, കേരളത്തിന്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെജ്രിവാൾ എത്തി. ആ കെജ്രിവാൾ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഏത് വിധത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കാനാണ് സംസ്ഥാനത്ത് ഇടതു പാർട്ടികൾ തയ്യാറെടുക്കുന്നത്? രേണുക, വലിയ രാഷ്ട്രീയ ചലനം തന്നെയാണ് കേരളത്തിലും ഉണ്ടാക്കുന്നത്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. നേരത്തെ തന്നെ BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ഈ ധനകാര്യ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട തുക അനുവദിക്കുന്നില്ല. അത് സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തനത്തെയും താളം തെറ്റിക്കുന്നു. സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം ഇങ്ങനെ ഞെരുക്കി ഇല്ലാതാക്കുക എന്നൊരു തന്ത്രം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുവെന്ന ഏറ്റവും വലിയ ആരോപണം. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ വേട്ടയാടുന്നുവെന്ന ആരോപണം. അത് BJP ഇതര പാർട്ടികളെല്ലാം, പ്രത്യേകിച്ച് കോൺഗ്രസും CPM-ഉം ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ BJP കേന്ദ്രത്തിലില്ലാത്ത, അല്ലെങ്കിൽ BJP-യുടെ തട്ടകത്തിൽ അവർക്കൊപ്പം NDA-യുമായി ചേർന്ന് നിൽക്കാത്ത എല്ലാ പാർട്ടികളും ഉന്നയിക്കുന്ന ഒരു ആരോപണം തന്നെയാണ്. അത് കേരളത്തിലാകട്ടെ, തമിഴ്നാട്ടിലാകട്ടെ, കർണാടകയിൽ DK ശിവകുമാറിൻ്റെ കരിമുഖയും ആ ചരിത്രമുഖയും അറിയാവുന്നതാണ്. ആ നിലയ്ക്ക് പരിശോധനകൾ, പ്രധാനപ്പെട്ട DMK നേതാക്കളുടെ വീടുകളിൽ പരിശോധന, CPM നേതാക്കളെ കേന്ദ്രീകരിച്ച് വിവിധ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന, ഈ ഒരു ഐക്യസ്വരം അത് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP ഇതര പാർട്ടികളിലെ നേതാക്കളെ വേട്ടയാടുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പലരും പാർട്ടി മാറുമ്പോൾ പോലും, BJP-യിലേക്ക് ചേക്കേറുമ്പോൾ പോലും ഉയർന്നു വരുന്ന ആരോപണം ED-യെ ഭയന്നാണ്. അത് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുമ്പോൾ ഉയർന്നു വന്ന ഒരു വാദമാണ് ED-യെ ഭയന്ന്, അല്ലെങ്കിൽ CBI-യെ ഭയന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെയെല്ലാം തന്നെ ഭയന്നാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നായി നേതാക്കൾ BJP-യിലേക്ക് പോകുന്നതെന്ന വാദം. ഏതായിരുന്നാലും കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ആ നിലയ്ക്ക് BJP നടത്തുമ്പോൾ അതിനെ ചെറുക്കുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കാലങ്ങളായി അത് കോടതി കയറിയ സംഭവമാണ്. നമുക്കറിയാം, ഈ സമീപകാല ചരിത്രത്തിലൊക്കെയും പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വരെ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ നിലയ്ക്ക് തന്നെ സംസ്ഥാനത്തിന് വിഹിതം അനുവദിക്കുന്നതിന് കോടതി കയറേണ്ട അവസ്ഥ, കോടതിയിൽ കേന്ദ്ര സർക്കാരും. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്തുണ്ട് ഉൾപ്പെടെ അരങ്ങേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആ നിലയിൽ ഉയർത്തിക്കാണിക്കപ്പെടും എന്നതും ഒരു വസ്തുതയാണ്. നമുക്ക് ചെറിയ ഒരു ഇടവേള എടുക്കണം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.